ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDCയുടെ ഡേറ്റൊക്കെ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം ഏത് മാസം അല്ലെങ്കിൽ ഏത് ദിവസം പരീക്ഷ നടക്കുമെന്നുള്ളതൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ LDC പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള 25 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി ആര്? ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി: G. മാധവൻ നായർ, അഭിലാഷ് ടോമി, S. സോമനാഥ്, സന്തോഷ് ജോർജ് കുളങ്ങര. ഉത്തരം ഓപ്ഷൻ ബി, അഭിലാഷ് ടോമി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ സമ്പർക്ക് ക്രാന്തി ആരുടെ കൃതിയാണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ സമ്പർക്ക് ക്രാന്തി എന്നത് ആരുടെ കൃതിയാണ്? KR മീര, അബിൻ ജോസഫ്, V. ഷിനിലാൽ, M. മുകുന്ദൻ. ഉത്തരം ഓപ്ഷൻ സി, V. ഷിനിലാൽ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് തരം ശിലകളാണ്? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, അടുക്ക് ശിലകൾ, കായാന്തരീത ശിലകൾ. ഉത്തരം ഓപ്ഷൻ ഡി, കായാന്തരീത ശിലകൾ. പൊതുജന ആരോഗ്യം താഴെ പറയുന്നവയിൽ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പൊതുജന ആരോഗ്യം താഴെ പറയുന്നവയിൽ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? കൺകറന്റ്, സ്റ്റേറ്റ്, യൂണിയൻ, അവശിഷ്ട അധികാരങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി, സ്റ്റേറ്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? കത്രിക, പാക്കുവെട്ടി, നാരങ്ങ ഞെക്കി, വീൽബാരോ. ഉത്തരം ഓപ്ഷൻ എ, കത്രിക. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യം? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യ, അമേരിക്ക, ഫ്രാൻസ്, റഷ്യ. ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യ. അടുത്ത ചോദ്യം, ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം സംഭവിക്കുന്നതും എവിടെ വെച്ചാണ്? ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം സംഭവിക്കുന്നതും എവിടെ വെച്ച്? ആമാശയം, ചെറുകുടൽ, കരൾ, വൻകുടൽ. ഓപ്ഷൻ ബി, ചെറുകുടൽ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ താഴെ പറയുന്നതിൽ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ഒന്നാം ഗ്രൂപ്പ്, രണ്ടാം ഗ്രൂപ്പ്, മൂന്നാം ഗ്രൂപ്പ്, നാലാം ഗ്രൂപ്പ്. ഓപ്ഷൻ ബി, രണ്ടാം ഗ്രൂപ്പ്. ആദ്യമായി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ആര്? ആദ്യമായി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി: രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ജവഹർലാൽ നെഹ്റു. ഉത്തരം ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇൻ്റർനെറ്റ് വഴി വ്യക്തികളെ അപമാനപ്പെടുത്തുന്ന കുറ്റം അറിയപ്പെടുന്ന പേര്? ഇൻ്റർനെറ്റ് വഴി വ്യക്തികളെ അപമാനപ്പെടുത്തുന്ന കുറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൈബർ ടെററിസം, സൈബർ സദാചാരം, സൈബർ പൈറസി, സൈബർ ബുള്ളിയിങ്. ഉത്തരം ഓപ്ഷൻ ഡി, സൈബർ ബുള്ളിയിങ്. മഹാത്മാഗാന്ധി കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഏത് നിയമത്തെയാണ്? മഹാത്മാഗാന്ധി കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ഏത് നിയമത്തെയാണ്? റെഗുലേറ്റിംഗ് ആക്ട്, ചാർട്ടർ ആക്ട്, റൗലറ്റ് ആക്ട്, വെർണിക്കുലർ പ്രസ് ആക്ട്. ഉത്തരം ഓപ്ഷൻ സി, റൗലറ്റ് ആക്ട്. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആര്? വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ: സ്റ്റീവൻസൺ, കേണൽ ലീഗർ, ഡിലനോയ്, കേണൽ മൺറോ.
ഉത്തരം ഓപ്ഷൻ ബി കേണൽ ലീഗർ. താഴെ തന്നിരിക്കുന്നവയിൽ ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമേത്? താഴെ തന്നിരിക്കുന്നവയിൽ ദേശാടന പക്ഷികളുടെ പറുദീസ എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം: കടലുണ്ടി, മംഗളവനം, തട്ടേക്കാട്, കുമരകം. ഉത്തരം ഓപ്ഷൻ എ കടലുണ്ടി. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ കനം കുറയ്ക്കുന്ന ഫ്രിയോൺ വാതകം പുറപ്പെടുവിക്കുന്നത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ പ്രവർത്തനം മൂലമാണ്? അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ കനം കുറയുന്നതിന് കാരണമായ ഫ്രിയോൺ വാതകം പുറപ്പെടുവിക്കുന്നത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ പ്രവർത്തനം മൂലമാണ്? സസ്യങ്ങൾ, റെഫ്രിജറേറ്ററുകൾ, ഉരുക്ക് വ്യവസായങ്ങൾ, തെർമൽ പവർ പ്ലാന്റുകൾ. ഓപ്ഷൻ ബി റെഫ്രിജറേറ്ററുകൾ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന തീയതി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന തീയതി: 2005 ഒക്ടോബർ 31, 2006 ഒക്ടോബർ 12, 2005 ഒക്ടോബർ 12, 2006 ഒക്ടോബർ 31. ഉത്തരം ഓപ്ഷൻ സി 2005 ഒക്ടോബർ 12. അടുത്ത ചോദ്യം: തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉണ്ണികൃഷ്ണൻ പുതൂർ, എം ടി വാസുദേവൻ നായർ, പി കെ നാരായണ പിള്ള, യു എ ഖാദർ. ഓപ്ഷൻ ഡി യു എ ഖാദർ. വേനൽക്കാലത്ത് സോഡ കുപ്പി ഐസ് പാത്രത്തിൽ സൂക്ഷിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വേനൽക്കാലത്ത് സോഡ കുപ്പി ഐസ് പാത്രത്തിൽ സൂക്ഷിക്കുന്നതിന് അടിസ്ഥാനമായ നിയമം: ചാൾസ് നിയമം, ബോയിൽ നിയമം, അവഗാഡ്രോ നിയമം, പാസ്കൽ നിയമം. ഓപ്ഷൻ എ ചാൾസ് നിയമം. താഴെ തന്നിരിക്കുന്നവയിൽ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം ഏത്? യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം: വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ. ഉത്തരം ഓപ്ഷൻ സി വൈറ്റമിൻ സി. വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം ഏത്? വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം: കൊട്ടിയൂർ, ഏറ്റുമാനൂർ, ചെട്ടിക്കുളങ്ങര, ഗുരുവായൂർ. ഉത്തരം ഓപ്ഷൻ എ കൊട്ടിയൂർ. താഴെ തന്നിരിക്കുന്നതിൽ ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്ന ദിവസം: ജനുവരി 30, ഏപ്രിൽ 21, ജൂൺ 25, മാർച്ച് 24. ഓപ്ഷൻ ഡി മാർച്ച് 24. താഴെ പറയുന്നവയിൽ ഏതിലാണ് പ്രകാശത്തിന് ഏറ്റവും കുറവ് വേഗതയുള്ളത്? താഴെ പറയുന്നവയിൽ ഏതിലാണ് പ്രകാശത്തിന് ഏറ്റവും കുറവ് വേഗതയുള്ളത്? ഗ്ലാസ്, വജ്രം, ജലം, വായു. ഉത്തരം ഓപ്ഷൻ ബി വജ്രം. അടുത്ത ചോദ്യം: മൂലധനം വർദ്ധിപ്പിക്കൽ പ്രധാന ലക്ഷ്യമായിരുന്ന ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി ഏത്? മൂലധനം വർദ്ധിപ്പിക്കൽ പ്രധാന ലക്ഷ്യമായിരുന്ന ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി ഏത്? 7-ാം പദ്ധതി, 9-ാം പദ്ധതി, 10-ാം പദ്ധതി, 11-ാം പദ്ധതി. ഉത്തരം ഓപ്ഷൻ സി 10-ാം പദ്ധതി. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക്: നബാർഡ്, സിഡ്ബി, എക്സിം ബാങ്ക്, ഗ്രാമീണ വികസന ബാങ്ക്. ഉത്തരം ഓപ്ഷൻ എ നബാർഡ്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ തെക്കേ അറ്റമായി അറിയപ്പെടുന്ന ഇന്ദിരാ പോയിൻ്റ് ഏത് ദ്വീപുകളുടെ ഭാഗമാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റമായി അറിയപ്പെടുന്ന ഇന്ദിരാ പോയിൻ്റ് ഏത് ദ്വീപുകളുടെ ഭാഗമാണ്? നിക്കോബാർ, മിനിക്കോയ്, ആൻഡമാൻ, ആന്ത്രോത്ത്. ഉത്തരം ഓപ്ഷൻ എ നിക്കോബാർ. അവസാനത്തെ ചോദ്യം: മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യം ഏത്? മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വ്യോമയാൻ, ഗഗൻയാൻ, ആകാശയാൻ, അനന്തയാൻ. ശരിയുത്തരം ഓപ്ഷൻ ബി ഗഗൻയാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.